ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക സൈറ്റായിട്ടുള്ള സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ചില പേരുകളുണ്ട്. നമ്മൾ അതിൽ ഒന്ന് രണ്ട് പേരുകളൊക്കെ എടുത്തിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് പറഞ്ഞത് സംഭവം സത്യമാണ്, ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് ഓരോരുത്തർക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളതിൽ നമ്പർ, ഒരാളുടെ പേരും അയാളുടെ ഡീറ്റെയിൽസും വെച്ച് നമ്മൾ നമ്പർ എടുത്തു. ഒരാൾക്ക് 5ഉം 6ഉം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുള്ളത്. രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബിൽ കളസം കീറിയ സംഘികൾക്കും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസേഴ്സിനും തെളിവ് വേണം എന്നാണ് പറഞ്ഞത്. കളസം കീറിയതിൻ്റെ തെളിവ് വേണം. സംഭവം ഇവന്മാർ മൂട് മൊത്തം പൊളന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആൾക്കാർ മൊത്തം ഇത് കാണുന്നുണ്ട്. എന്നാലും സംഘികൾ പറയുന്നത് ഞങ്ങളുടെ മൂട് പൊളന്നതിൻ്റെ ഞങ്ങൾക്ക് മൊത്തം തെളിവ് വേണം എന്നുള്ളത്. അപ്പം അങ്ങനെ തെളിവ് ചോദിച്ചിട്ടുള്ള 2 കണാരന്മാരെ നമുക്ക് കാണാം. ഒരു അണുബോംബ് പൊട്ടിക്കാനുണ്ട് എന്നാണ് കുറച്ച് നാളായി രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പൊട്ടിച്ചു. പക്ഷേ അതൊരു ഒന്നാന്തരം നുണബോംബാണ്. കാരണം മഹാരാഷ്ട്ര ഇലക്ഷനിൽ എങ്ങനെ BJP ജയിച്ചു, അത് വലിയ തോതിൽ വോട്ട് തിരിമറി നടത്തി ജയിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും പറയുന്നത്. അതിന് ഉദാഹരണമായി മഹാരാഷ്ട്ര വിട്ടിട്ട് കർണാടകയിലെ ഒരു പാർലമെൻറ്റ് മണ്ഡലം എടുത്തു. കർണാടകയിലെ ഒരു പാർലമെൻറ്റ് മണ്ഡലം എടുത്തിട്ട് അവിടുത്തെ അസംബ്ലി സീറ്റുകൾ സ്പ്ലിറ്റ് ചെയ്തു. സാധാരണ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ വരെ ഉണ്ടാവും. അതിൽ 6 കോൺഗ്രസിന് ഭൂരിപക്ഷം. 7ാമത് ഒരൊറ്റ മണ്ഡലം എണ്ണിയപ്പോൾ 6 സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു BJP. ഇതാണ് രാഹുൽ ഗാന്ധി പ്രസന്റ് ചെയ്ത ഉദാഹരണം. നോക്കുമ്പോൾ ശരിയാണ്. എൻ്റെ പൊന്ന് കണാര, നീ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യം. 7ാമത്തെ സ്ഥലത്ത് BJP അതിഭീകരമായിട്ടുള്ള ഭൂരിപക്ഷത്തിലോട്ട് വന്നത്. വെറും ഭൂരിപക്ഷമല്ല, 1,250,000 വോട്ട് അല്ലേ? 1,250,000 വോട്ടിൻ്റെ കള്ള വോട്ട്. അതെന്തേ ഹൈഡ് ചെയ്യല്ല കണാരൻ പറയുമ്പം കണാരൻ ഇങ്ങനെ ചാണകം തുപ്പുമ്പോൾ മൊത്തം പറയണ്ടേ? 1,00,000 വോട്ടിൻ്റെ കള്ള വോട്ടിൻ്റെ കണക്ക് സഹിതമാണ് രാഹുൽ ഗാന്ധി നിൻ്റെ ഒക്കെ അണ്ണാക്കിലോട്ട് തന്നത്. അപ്പം അത് നമ്മൾ അങ്ങോട്ട് മിണുങ്ങിട്ടോ. 1,00,000 കള്ള വോട്ട്, ജയിച്ചത് 33,000 വോട്ടിനാണ് ടോട്ടൽ അവിടുത്തെ ജയം എന്ന് പറഞ്ഞത്. അതിൽ അവസാനം എണ്ണിയിട്ടുള്ള മണ്ഡലത്തിലെ 1,00,000 ചില്ലാനം വോട്ട് കള്ള വോട്ട്. അത് കണാരൻ ഹൈഡ് ചെയ്തു. ഇനി കണാരൻ ബാക്കി പറ. 7 അസംബ്ലി മണ്ഡലത്തിൽ 6 ജയിച്ചു, ഒരിടത്തുനിന്ന് വന്നപ്പോൾ തോറ്റുപോയി എന്നാണ് പറയുന്നത്. പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയ ശരിയാണെന്ന് തോന്നുന്നത്. ഇതേ പരാതി, ഇതേ പ്രശ്നം ഹിന്ദു സംഘടനകൾ BJP മാത്രമല്ല ഉന്നയിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ ഇലക്ഷനിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥി വലിയ തോതിൽ ജയിച്ചു. 7ാമതൊരു മണ്ഡലത്തിൽ വോട്ടിലെ റിസൾട്ട് വന്നപ്പോൾ 6 കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ മുന്നണി സ്ഥാനാർത്ഥി കിട്ടി. അത് ജയിച്ചു. ആ മണ്ഡലം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായിരുന്നു. അപ്പം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ ഒരൊറ്റ അസംബ്ലി മണ്ഡലത്തിലെ വോട്ടെണ്ണി തീർന്നപ്പോൾ 6 BJP കിട്ടിയ വോട്ടുകൾ അട്ടിമറിക്കപ്പെട്ടു. ഇത് നേരത്തെ നമ്മൾ ഇതേ ഫ്ലോറിൽ ചർച്ച ചെയ്ത് കണക്ക് വെച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കണ്ടപ്പോൾ ആ ഡാറ്റ എടുക്കാൻ പറ്റില്ല. നമ്മൾ അടുത്ത ദിവസം കണക്ക് അസംബ്ലി തിരിച്ചു പറയും. എന്തുകൊണ്ടാണ് വേണ്ട എടുക്കണ്ട, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. 3,000 വോട്ടിനാണ് അവിടെ ജയിച്ചത്. നീ പറഞ്ഞ ഹിന്ദു സംഘടനകൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുള്ള ആ പറഞ്ഞ നമ്മുടെ മഹാരാഷ്ട്രയിലെ ഈ പറഞ്ഞ മണ്ഡലത്തിൽ 3,000-ഓളം വോട്ടിനാണ് ജയിച്ചത്. പക്ഷേ അവിടെ 1,00,000 വോട്ട് ഇതുപോലെ കള്ളവോട്ടല്ലായിരുന്നു, അത് ഒറിജിനൽ വോട്ടായിരുന്നു. നീ ഇതുപോലെ കണക്ക് കാണിക്കി. രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന പോലെ അത്രയും പേജിൻ്റെ നിങ്ങൾ ചിലപ്പോൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഡാറ്റ കിട്ടും, എളുപ്പമായിരിക്കും കണക്ക് നോക്കാൻ. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നീ കണ്ടുപിടിക്കേണ്ട 1,00,000 വോട്ട് അവിടെ കള്ളവോട്ടുണ്ട് എന്നുള്ളത്. അതാണെടാ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മണുഗുണാഞ്ചന്മാരെ 2 കുത്തിരുന്ന് വാവിട്ട വളി വിടുക എന്ന് പറഞ്ഞ പോലെ ആദ്യം നീ പറഞ്ഞതിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് 1,250,000 വോട്ട്, 1,250,000 14,000 അങ്ങനെ എന്തോ വോട്ട് കള്ള വോട്ടിൻ്റെ കണക്ക് രാഹുൽ ഗാന്ധി തന്നു. തിരിച്ച് നീ പറഞ്ഞ മഹാരാഷ്ട്രയിൽ ഇതേപോലെ കോൺഗ്രസ് ജയിച്ചു കൊടുത്ത് നീ തെളിവ് കാണിക്കി. ഈ സ്ഥലത്ത് ഇത്രയും വോട്ടുകൾ കള്ള വോട്ടാന്ന് തെളിവ് കാണിച്ചിട്ട് പാവം സംഘികളെ പറ്റിക്കടാ. അതങ്ങോട്ട് മിണുങ്ങിയിട്ട് ഈ പാവം സംഘികളെ എന്തിനാടാ വഴി വാരി എറിയുന്നത്? എന്ത് വിവരം കെട്ട പൊട്ടനാടാ നീയൊക്കെ. 2 കൂടെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്? ഇന്നലെയും ഇന്നും ഇനിയിപ്പോൾ നാളെയൊക്കെ BJPയുടെ അല്ലെങ്കിൽ സംഘ പരിവാണ നേതാക്കളെല്ലാവരും കൂടെ വന്നിട്ട് ചാനലിൽ ഇരുന്നിട്ടും ചർച്ചകളിൽ ഇരുന്നിട്ടും ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ഉത്തരമാണ് ഞാനിപ്പം പറഞ്ഞത്. 1,00,000 വോട്ട് കള്ള വോട്ടാണെന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചു. ഇനി നീ ഈ പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിൽ നിനക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നീ ഈ പറഞ്ഞ പോലെ ഇരുന്ന്
ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ പേര് 000, അമ്മയുടെ പേര് XYZ, ഒരു വീട്ടിൽ, അതായത് ഒരു മുറി വീട്ടിൽ 80 ആൾക്കാരുള്ളതും, പിന്നെ കള്ളുകടൻ്റെ, അതായത് ബിയർ പാർലറിൻ്റെ പേരിൽ 150 വോട്ടുള്ളതും, അങ്ങനെയൊക്കെ വോട്ടുണ്ടെങ്കിൽ നീ തെളിയിക്കുമ്പോഴാണ് നീയൊക്കെ മീശ അതുപോലെ അങ്ങനെ വെച്ച് നടക്കാനില്ല. അല്ലെങ്കിൽ നീ മീശ കുണ്ടിമേൽ വെച്ച് നടക്കണം കേട്ടാ. ബാക്കി ഇവിടെ കേൾക്കുക, കുറച്ചുകൂടെ പറയട്ടെ. മഹാരാഷ്ട്ര ഇലക്ഷൻ കാര്യം പറയുമ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു അസംബ്ലി മണ്ഡലം സ്പെസിമെനായി എടുക്കാതെ കർണാടകയിൽ എടുക്കുന്നത്, കാരണം മഹാരാഷ്ട്രയിലെ പറഞ്ഞാൽ ഈ കണക്ക് പുറത്തു വരും. അതുകൊണ്ട് അതുകൊണ്ടല്ലടാ മണക്കുണാഞ്ച, ഈ ഇലക്ഷൻ കമ്മീഷനിൽ രാഹുൽ ഗാന്ധി മൊത്തത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ് ചോദിച്ചത്, കൊടുത്തിട്ടില്ല. 250, 300 കിലുള്ള പേപ്പർ കെട്ടുകളാണ് എടുത്തു കൊടുത്തത്. പിന്നെ ഇവിടെ ആണ് ഈ പറഞ്ഞ ഇങ്ങനത്തെ പല സംഭവങ്ങൾ ഇതുപോലത്തെ പല മണ്ഡലങ്ങളിലും ഉള്ളത് തെളിയിച്ചത് കൊണ്ടാണ് അതിൽ നിന്ന് ഒരു മണ്ഡലം എടുത്ത് നിന്റെ കണ്ണാക്കിലേക്ക് തിരികെ തന്നത്. ഇനി നാളെ നിന്റെ ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥ ഡാറ്റ, ഈ കള്ള വഡ്ഡൂപ്പിളികളുടെ ഡാറ്റ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം മണ്ഡലങ്ങളുടെ ലിസ്റ്റൊക്കെ നിനക്ക് തള്ളിത്തരും കേട്ടാ. അതാണ് അതിൻ്റെയും ഇതിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. അതല്ലാണ്ട് പേടിച്ചിട്ടല്ല. എടാ പൊട്ടാ പ്ലീസ്, നിനക്ക് എത്ര പൊട്ടാന്ന് വിളിക്കുക. ഈ ഒന്നാന്തരം വിദൂഷ ഗവേഷകനും കുശാഗ്ര ബുദ്ധിക്കാരനും ശകുനിയുമായ ഈ രാഷ്ട്രീയക്കാരൻ, വിദൂഷക ബുദ്ധിക്കാരനും കുശാഗ്ര ബുദ്ധിക്കാരനും ശകുനിയുടെ ബുദ്ധിയുള്ള ഈ രാഷ്ട്രീയക്കാരൻ, ഈ 3 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ബാക്കി കളിക്കുന്ന കളി ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെയും മാൻഡേറ്റിനെയും ജനവിധിയെയും അപഹസിക്കുന്ന നിലപാടാണ്. കാരണം കർണാടകയിൽ ഒരു രസകരമായ ഒരു സംഭവം, അദ്ദേഹം പറയുകയാണ്, രാഹുൽ ഗാന്ധി മഹാദേവപുര അല്ല എവിടെയാണെങ്കിൽ BJPക്ക് ഓരോ മണ്ഡലത്തിലും കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം 33,000 വോട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന്. 33,000 വോട്ടുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 33,000 വോട്ടുകളുടെ ഭൂരിപക്ഷം മോശപ്പെട്ട കാര്യമാണോ? ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷമാണത്. 33,000 2500 വോട്ടിന് 250 വോട്ടിന് 650 വോട്ടിനൊക്കെ ആളുകൾ ജയിക്കും. അതെ, BJP ജയിച്ചിരിക്കുന്ന 33,000 അങ്ങേര് പറഞ്ഞിട്ടുണ്ട്. കുറെ മണ്ഡലങ്ങളിൽ 25 മണ്ഡലങ്ങളിൽ 33,000 താഴെ വോട്ടിനാണ് ജയിച്ചിരിക്കുന്നതെന്ന്. അത് നിയമസഭാ മണ്ഡലമാകുമ്പോൾ 33,000 വലിയ ഭൂരിപക്ഷമാണ്. കാരണം കേരളത്തിലെ വലിയ ഭൂരിപക്ഷമാണ്, ഒരു തർക്കമില്ല. പക്ഷെ അവിടെ 1,250,000 വോട്ടിന്റെ കള്ള വോട്ട് എന്ന് പറഞ്ഞാൽ അത് ഏത് ഭൂരിപക്ഷ മനുഷ്യന്മാരല്ല കണാരന്മാര്. 30,000 വോട്ടിന് മാത്രം ജയിച്ചിട്ടുണ്ടെങ്കിൽ, 25 മണ്ഡലം ജയിച്ചിട്ടുണ്ടെങ്കിൽ, 1,00,000 വോട്ട് ഇവിടെ കള്ള വോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തോൽവി എത്ര വോട്ടിനാ? 10,68,000 അല്ലേ? 10,68,000 വോട്ടിന് തോറ്റിട്ടുണ്ടാവണം 250. ഈ പറഞ്ഞ ഓരോ സ്ഥലത്തും 1,00,000 വോട്ട് വെച്ചിട്ടാണ് കൂട്ടിയതെങ്കിൽ 30,000 കൂട്ടുന്നത് നമ്മളവിടെ കുറച്ച് കഴിഞ്ഞാൽ 68,000 വോട്ടിന് തോറ്റ അപ്പിയിട്ടിരിക്കേണ്ട അവസ്ഥ. അവിടെയാണ് ഈ പറഞ്ഞ സ്ഥലത്ത് ജയിച്ചത്. ഇതൊക്കെ എന്ത് മിണുങ്ങല്ലേ? ഉള്ളതുപോലെ പറ. രാഹുൽ ഗാന്ധി പറഞ്ഞതും കാണിച്ചെന്നതും അതുപോലെ പറയണം. അതല്ലാണ്ട് നിന്റെ ഊളക്കണക്കല്ല ഇവിടെ ആരും ചോദിച്ചത്. പിന്നെ നീ പറഞ്ഞ കുശാഗ്ര ബുദ്ധിക്കാരൻ, ശകുനിയുടെ ബുദ്ധിയുള്ള ആള് അല്ലേ? ബാക്കിയൂടെ കേൾക്കാം. അതെങ്ങനെ നോക്കൂട്ടെ. 140 സീറ്റുകൾ എടുത്ത് നോക്കിയാൽ മഹാഭൂരിപക്ഷം സീറ്റുകളിലും 5,000-ൽ താഴെ വോട്ടുകൾക്കാണ്. എന്താണെന്ന് വെച്ചാൽ 25 സീറ്റ് മോഡിക്ക് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ്. ആ 25 സീറ്റിൽ 33,000-ൽ താഴെ വോട്ടാണ് കിട്ടിയെന്നാണ് ഈ മണ്ടൻ പൊട്ടൻ. അതാണ് മണ്ടൻ എന്നും പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നത്. അത് ശരി. ഇപ്പൊ മണ്ടനും പൊട്ടനും ഒക്കെ ആയോ? കുറച്ചു മുമ്പ് കുശാഗ്ര ബുദ്ധിക്കാരനും ശകുനിയുടെ ബുദ്ധിയുള്ള ഭയങ്കരനായിരുന്നു. ഇപ്പൊ മണ്ടനും പൊട്ടനായോ? അപ്പൊ നിന്നെ രണ്ടിനും ഞാൻ എന്തിനാ വിളിക്കണ്ടേ? നിങ്ങളെ രണ്ടുപേരും എന്താന്ന്, നിന്നെ ഒന്ന് പപ്പി ഒന്ന് കുപ്പി എന്ന് വിളിക്കണോ? എടാ, രണ്ട് വാണങ്ങളായിട്ടുള്ള നിങ്ങൾ വന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? പച്ചക്ക് പറഞ്ഞു എന്താണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച് തന്നത്, എത്ര വോട്ടാണ് കള്ള വോട്ട്. ആ കള്ള വോട്ടിന്റെ കണക്ക് വെക്കുമ്പോൾ ഈ ഭൂരിപക്ഷം എവിടെ പോകുന്നാ ചോദിച്ചത്. അതല്ലാണ്ട് 30,000 വോട്ടിന്റെ കണക്കല്ല, ഭൂരിപക്ഷം കിട്ടിയതിന്റെ എണ്ണം കുറഞ്ഞു പോയി അല്ലെങ്കിൽ കൂടിപ്പോയി എന്നുള്ള കണക്കല്ല രണ്ട് കണാരന്മാരെ നിങ്ങളോട് പറഞ്ഞത്. അതുപോലും മനസ്സിലാക്കാണ്ട് പാവം സംഘികളെ സുഖിപ്പിക്കാൻ എന്തിനാടാ നീയൊക്കെ ചത്ത് കിടക്കുമ്പോൾ പോലും ഒരു തുള്ളി വെള്ളം നിൻ്റെ ഒന്നും അണ്ണാക്കിലോട്ട് ഒഴിച്ചു തരാൻ ഒരു മനുഷ്യരുണ്ട്. ആരെയും ഒന്ന് മൂത്രം ഒഴിച്ചു തരേണ്ടി വരും നിനക്ക് കുടിക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് സംഘികൾ ഈ പാവംപ്പെട്ട മറ്റ് സംഘികളെ പറ്റിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സകല സംഘി കൂട്ടങ്ങളും ഇത് കേട്ടിട്ടാണ് കൈയടിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ ഈ തുടക്കം മുതൽ ഇതുവരെ പറഞ്ഞത് ഈ പറഞ്ഞ സംഘിവാണങ്ങൾക്ക് അറിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം. നമ്മളിത് പറയാനല്ല കേട്ടോ വന്നത്, നമ്മൾ തുടക്കം ഇത് ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ
നമ്മളിന്ന് ഒരു ഡീറ്റെയിൽസ് നമ്മൾ ലൈവ് ചെയ്തിരുന്നു. ആ ലൈവിൽ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക സൈറ്റായിട്ടുള്ള സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് ചില പേരുകളുണ്ട്. നമ്മൾ അതിൽ ഒന്ന് രണ്ട് പേരുകളൊക്കെ എടുത്തിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് പറഞ്ഞത് സംഭവം സത്യമാണ്, ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് ഓരോരുത്തർക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളതിൽ നമ്പർ, ഒരാളുടെ പേരും അയാളുടെ ഡീറ്റെയിൽസും നമ്മൾ നമ്പർ എടുത്തു. ഒരാൾക്ക് 5ഉം 6ഉം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുള്ളത് മഹാദേവപുരയിൽ. അതിൻ്റെ ലൈവ് അപ്ഡേറ്റ് ഞാൻ കാണിച്ചിരുന്നത്, അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആ സൈഡിൽ കൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കാണും ദാ, അതായത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തു. അതിൽ വോട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓപ്പൺ ചെയ്തു. നമ്മളതിൽ അതായത് ഒരു ഈ SVF ID ഉണ്ടാവും. നമ്മുടെ ID കാർഡിൻ്റെ വോട്ടേഴ്സ് ID, നമ്മുടെ ലിസ്റ്റ് നമുക്കറിയാലോ, വോട്ടേഴ്സ് ലിസ്റ്റിൽ നമുക്ക് SVF ID തരും. ആ ID എടുത്തു. കർണാടക നമ്മൾ സെലക്ട് ചെയ്തു. കർണാടകയിൽ ഈ ഒരാളുടെ ഫസ്റ്റ് SVF 1125525 എന്ന് പറഞ്ഞ ID നമ്പർ നമ്മൾ അടിച്ചു. ആളെ സെർച്ച് ചെയ്തു. ആളുടെ പേര് വന്നു. ആളുടെ പേരെന്താണ്? എന്തായിരുന്നു പേര്? ആളുടെ പേരെന്താണ്? ഗുരുഖാവ് സിംഗ് ഹാൾ എന്നാണ് അയാളുടെ പേര്. നിങ്ങൾ കണ്ടല്ലോ അയാളുടെ പേര്, ഗുരുഖാവ് സിംഗ് ഹാൾ. അയാളുടെ അപ്പൻ്റെ പേരെന്താ നോക്കിക്കേ. അയാളുടെ അപ്പൻ്റെ പേര് രൺബീർ സിംഗ് ധാങ് ആണ്. അയാളുടെ അപ്പൻ്റെ റിലേറ്റീവിൻ്റെ പേരായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൻ്റെ പേര്. പിന്നെ അതിൽ നമ്മൾ SP നമ്പർ കണ്ടല്ലോ, ഡിസ്ട്രിക്ട് കണ്ടല്ലോ, മഹാദേവപുര കണ്ടല്ലോ, അതിൻ്റെ പാർട്ട് കണ്ട്, പോളിംഗ് സ്റ്റേഷൻ കണ്ട്, പാർട്ട് സീരിയൽ നമ്പർ, അതായത് ബൂത്തിൻ്റെ നമ്പർ കണ്ടു, നമ്മളെല്ലാം കണ്ടു അല്ലേ. ഇനി നമ്മൾ മറ്റൊരു നമ്പർ, അതായത് SVF 1124312 അടുത്ത നമ്പറാണ്. അതേ ആളുടെ പേര്, അതേ വയസ്സ്, അതേ അപ്പൻ്റെ പേര്, അതേ മഹാദേവപുര, ബൂത്ത് മാത്രം വ്യത്യാസമുണ്ട്. അവിടെ കൊണ്ടും തീരുന്നില്ല. അടുത്തത് നമ്മളെടുത്തു SVF 1124627. വീണ്ടും അതേ ആളുടെ പേര്, അതേ അച്ഛൻ്റെ പേര്, അതേ മഹാദേവപുര, അതേ സ്കൂള്, പോളിംഗ് ബൂത്ത് വേറെ. അവിടെ കൊണ്ടും തീർന്നിട്ടില്ല. വേറെ അടുത്തൊരു നമ്പറും കൂടെ നമുക്ക് കിട്ടി, SVF 1123017. വീണ്ടും അതേ ആള്, അതേ അപ്പൻ്റെ പേര്, അതേ സ്കൂള്, അതേ മഹാദേവപുര, അതേ കർണാടക, വേറെ ബൂത്ത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരാളുടെ പേരിൽ ഇപ്പം തന്നെ 5 വോട്ടായി കേട്ടോ. ഒരാളുടെ പേരിൽ 5 വോട്ട് മഹാദേവപുരയിൽ. ഈ 5 വോട്ടും പല ഈ പറഞ്ഞ ഒരു സ്കൂളിൽ പോയിട്ട് പല ബൂത്തിൽ ഇവൻ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവന് ചെയ്തൂടെ? ഇപ്പം നിങ്ങൾ ചോദിക്കും, കോൺഗ്രസിൻ്റെ ബൂത്തിലെ പോളിംഗ് ഏജൻറ്റുമാർ അവിടെ നോക്കിയില്ലേ? കാണാൻ പിടിക്കാൻ പറ്റില്ല. അതാണ് ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ നാട്ടിൻപുറമല്ല, ബാംഗ്ലൂർ സെൻട്രലിലുള്ള ഇങ്ങനത്തെ ഒരു മഹാദേവപുര പോലത്തെ ഒരു സ്ഥലത്തെ ഒരു ഇതിൽ ഇങ്ങനെ ഒരാൾ വന്ന് പോയി കഴിഞ്ഞാൽ, വേറെ SVF നമ്പറിൽ വന്ന് ഇട്ട് പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ 5 മണിക്ക് ശേഷമായിട്ടാണ് ഇവൻ വോട്ട് ചെയ്യാൻ, ഇവൻ്റെ കള്ളവോട്ട് ചെയ്യാൻ വന്നതെങ്കിൽ ആര് കണ്ടുപിടിക്കാനാണ്? നമ്മളെ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ആൾക്കാർ തന്നെ അവിടെ നിന്ന് വോട്ട് എഴുതി കുത്തിയിട്ട് ഇതിൽ കയറ്റുന്നുണ്ട്. അതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. വൈകിട്ട് 5 മണി വരെ 60% പോളിംഗ് ഉള്ള സ്ഥലത്ത് രാത്രി 10 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ വരുന്ന റിപ്പോർട്ടിൽ 67%, 70%, 7%, 10% കൂടുന്നു. 5 മണിക്ക് ശേഷം ഈ പറഞ്ഞ സ്ഥലത്ത് ഈ പറഞ്ഞ പോളിംഗ് ഏജന്റുമാർ ആരെയും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഈ പെർസെൻറ്റേജ് കൂടിയെന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. അതിന് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് എന്താ പറയുക? പുതിയ ചട്ടപ്രകാരം 45 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ CCTV ഡിലീറ്റ് ചെയ്തു പോയി. എങ്ങനെയുണ്ട്? CCTV ഡിലീറ്റ് ചെയ്തു, പുതിയ ചട്ടം ഉണ്ടാക്കി. കാരണം CCTVയിൽ കണ്ടു കഴിഞ്ഞാൽ ഈ 5 മണിക്ക് ശേഷം ഈ പറഞ്ഞ സ്ഥലത്ത് ആരും വന്നിട്ടില്ല, എന്നിട്ടും പോളിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും പെർസെൻറ്റേജ് പോളിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കള്ള വോട്ടുകൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കുത്തി നിറയ്ക്കുന്നത് അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ പണിക്ക് പോകുന്ന ആൾക്കാർ തന്നെയല്ലേ? വളരെ ആസൂത്രിതമായിട്ട് സിമ്പിളായിട്ട് ചെയ്തൂടെ? ചോദ്യം ചോദിക്കാൻ ചെന്ന സമയത്ത് CCTV ഡിലീറ്റ് ചെയ്തു പോയി, ഞങ്ങൾ കാണിച്ചു തരൂല, അതാണ് പുതിയ ചട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇതുകൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷനെ വിലക്കെടുത്തിട്ട് തോന്നിയ പോലെ BJPക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ചെറ്റത്തരങ്ങളാണെന്ന് പറയാൻ കാരണം. ഇപ്പം ഇന്ന് ഇത്രയും വലിയൊരു കാര്യം നടന്ന്, ഇത്രയും വലിയ കാര്യങ്ങൾ വിത്ത് ലിസ്റ്റ്, വോട്ടേഴ്സ് ലിസ്റ്റും അതിൻ്റെ പേരും അതിൻ്റെ കംപ്ലീറ്റ് ഐഡിയും കാണിച്ചു കൊടുത്ത്, ആരെയും ഡീറ്റെയിൽസ് കൊടുത്തത്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 300 കിലോൻ്റെ പേപ്പർ കൊടുത്ത ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ. ആ പേപ്പറത്തെ കോപ്പി എടുത്ത് സൂം ചെയ്ത് ഓരോന്ന് കാണിച്ചു കൊടുത്തത് ആരാണ്?
രാഹുൽ ഗാന്ധി. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഊള ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ മോദിയുടെ ആസനം നക്കി ജീവിക്കുന്ന ആൾക്കാരെന്താ ചോദിച്ചത്? പരാതി വരണം, അല്ലെങ്കിൽ ഞങ്ങളത് കേസെടുക്കില്ല. എടാ, ഇതൊക്കെ സ്വമേധയാ കേസെടുക്കണം. കുറച്ചെങ്കിലും നാടിനോട് ജനാധിപത്യത്തോട് ഇച്ചിരിയെങ്കിലും ഉള്ളിപ്പ് നിനക്കൊക്കെ ഉണ്ടെങ്കിൽ സ്വയം കേസെടുത്ത് സ്വയം അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ലേ. അതുണ്ടാവില്ല. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ മോദിയുടെ മൂഡ് പോയി. മോദിയുടെ മൂഡ് പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ ഈ പറഞ്ഞ BJP സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തിന്നിട്ടുള്ള ഇവനൊക്കെ കുടുംബം പോറ്റുന്ന പൈസ ഉണ്ടല്ലോ, അതിൻ്റെ കണക്ക് പുറത്തു വരും. മൊത്തം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മുമ്പിലെ വെറും ഒരു വൃത്തികെട്ട രീതിയിൽ ജനാധിപത്യം കാണിക്കുന്ന രാജ്യം എന്നും പറഞ്ഞിട്ട് നമ്മളടക്കം എല്ലാവരും തല കുനിച്ച് നിർത്തേണ്ടി വരും. അതാണ് പോകുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഈ ഒരു വീഡിയോ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? പലർക്കും ഓർമ്മ ഉണ്ടാവും ഈ ഒരു വീഡിയോ അല്ലേ? ഒരുപാട് പേർക്ക് ഓർമ്മയുണ്ട്. ഛത്തീസ്ഗഡിൽ ഒരു മേയർ ഇലക്ഷന് BJPക്ക് ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഒന്നും അറിയാണ്ട് അവിടെ ഇല്ലാത്ത ആളുകളുടെ ഇല്ലാത്ത വോട്ട് വരെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ആളായിട്ട് അവിടുത്തെ ഓഫീസറായിരുന്നു. എന്താ പരിപാടി? പുള്ളി തന്നെയാണ് വോട്ട് ചെയ്തിട്ട് പേപ്പർ മടക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് ഹൈക്കോടതി സുപ്രീം കോടതിയിൽ വരെ കേസ് പോയിരുന്നു. ഓർക്കുന്നുണ്ട് അതൊക്കെ? എന്നിട്ട് അവസാനം ആര് ജയിച്ചു? തിരിച്ച് കോൺഗ്രസും ആം ആദ്മിയും അവിടെ ജയിച്ചു. അതിൻ്റെ മുമ്പ് മൊത്തം വോട്ട് കയറുന്നു BJPക്ക്. അപ്പോൾ CCTV ചെക്ക് ചെയ്തപ്പം CCTVയിൽ ഇമ്മാതിരി ഒരു കോന്തം വന്നിട്ട് ഇവനാണ് BJPക്ക് തള്ളി കൊടുക്കുന്നത് നമ്മൾ അന്ന് ഓർക്കുന്നുണ്ട് അല്ലേ? ഇത് തന്നെയാണ് ഇവിടെ നടന്നത്. 5 മണിക്ക് ശേഷം ബാക്കി പല സമയങ്ങൾക്കിടയിലും ഈ പറഞ്ഞ പോളിംഗ് ബൂത്തിലെ ഓഫീസേഴ്സും അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മറ്റ് അജണ്ടകളും വൃത്തിയാക്കി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 1 ലക്ഷം വോട്ട് കയറിപ്പോയത്. ഇതുവരെ നമ്മുടെ BJP നേതാക്കൾ ഇന്നലെ ചർച്ചയിലിരുന്ന് ചോദിച്ചു, എവിടെയാണ് ഈ പറഞ്ഞ ലിസ്റ്റ് ഞങ്ങൾ കൊടുത്തിരുന്നില്ല, ലിസ്റ്റ് കൊടുത്ത സമയത്ത് ഇവർ ചെക്ക് ചെയ്തില്ല. ലിസ്റ്റ് കൊടുത്ത സമയത്ത് ചെക്ക് ചെയ്തു, പല സ്ഥലങ്ങളിലും കംപ്ലൈൻറ്റുകൾ പറഞ്ഞു. കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് എന്തേ കംപ്ലൈൻറ്റ് എവിടെയെങ്കിലും എടുത്തോ? ഡൽഹിയിലൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ നമ്മുടെ കെജ്രിവാളിൻ്റെ മണ്ഡലത്തിൽ കെജ്രിവാളിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഇന്ന് അവിടെ ഇത് ഭരിക്കുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയും കെജ്രിവാളും തമ്മിലുള്ള മത്സരത്തിൽ അവിടെ ഇവർ പറഞ്ഞു, ഈ പറഞ്ഞ ലിസ്റ്റ് കിട്ടിയ വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടിയപ്പോൾ 5000 വോട്ട് എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. കള്ള വോട്ടുകൾ എക്സ്ട്രാ 5000 ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ആം ആദ്മി ഉറപ്പിച്ച ഒരു 7000 വോട്ട് കുറവുണ്ട്. അത് ചോദിച്ച സമയത്ത് അന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു മൈൻഡും ചെയ്തില്ല. അതൊന്നുമില്ല, അത് കറക്റ്റാണെന്നും പറഞ്ഞിട്ട് ആ കേസ് എടുക്കാൻ നിന്നില്ല. ഓർക്കുന്നുണ്ട് ആരെങ്കിലും? എന്നിട്ട് കെജ്രിവാൾ തോറ്റ് 4500 വോട്ടിന് അവിടെ 5000 വോട്ട് എക്സ്ട്രാ കയറി 4500 വോട്ടിന് കെജ്രിവാൾ തോറ്റു. കയറ്റിയ വോട്ടാണ്. ഇതുപോലെ പല സ്ഥലത്തും കയറ്റിയതിൻ്റെ കണക്ക് പലരും ചോദിച്ചിരുന്നു. അന്ന് ഇലക്ഷൻ കമ്മീഷനും വാ തുറന്നൊന്നും പറഞ്ഞില്ല. ബാക്കി രാജ്യത്തെ ഒരു ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥകളും വാ തുറന്നില്ല. കാരണം മോദി പേടി, ED പേടി, NIA പേടി. ഈ പേടിയുള്ളത് കൊണ്ടാണ്. ഇതിനേക്കാൾ വലിയ തെളിവൊന്നും നിങ്ങൾക്ക് വേണ്ടല്ലോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് സംഘപരിവാണങ്ങൾ ചാനലിൽ കുത്തിരുന്ന് പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനുള്ള ഉത്തരങ്ങളാണ് 1 by 1 ആയിട്ട് ഇപ്പോൾ പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ തെളിവൊന്നും വേണ്ടല്ലോ. ഈ തെളിവും കൊണ്ടൊന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് കാരണം. അതിനേക്കാൾ വലിയ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ വ്യവസ്ഥ വരെ ഈ പറഞ്ഞ ലോബിയുടെ അണ്ടറിൽ, സ്കാമ്പിൻ്റെ അണ്ടറിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും തെളിയിക്കാൻ പോകാൻ സ്ഥലമില്ലല്ലോ അല്ലേ? കഷ്ടം. വൃത്തികെട്ടൊരു സംവിധാനത്തിൽ, വൃത്തികെട്ടൊരു ഭരണത്തിൻ്റെ അണ്ടറിൽ ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലായിപ്പോലെ നമ്മളൊക്കെ ഉള്ളത്. കഷ്ടം.